സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ മെക്കാനിക്സ്. എന്താണ് മെക്കാനിക്സ്? സോ നമ്മൾ കഴിഞ്ഞ ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻജിനീയറിംഗ് മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻജിനീയറിംഗ് മെക്കാനിക്സ്? അതിലെന്താണ് നിങ്ങൾ പഠിക്കുന്നത്? എൻജിനീയറിംഗ് മെക്കാനിക്സിൽ കുറച്ച് റിജിഡ് ബോഡീസ് ഉണ്ടാവും. കുറച്ച് ബോഡീസ് ഉണ്ടാവും. ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു വീലോ അല്ലെങ്കിൽ കുറേ ട്രസ്സസോ അങ്ങനെ കുറച്ച്, അല്ലെങ്കിൽ ഒരു ബാറോ, അങ്ങനെ എന്തെങ്കിലും ബോഡീസ് ഉണ്ടാവും. ഈ ബോഡീസ് ചിലപ്പോൾ സ്റ്റേഷനറി ആയിരിക്കും, അല്ലെങ്കിൽ മൂവിങ് ആയിരിക്കും. ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ബോഡീസ് ആയിരിക്കും. ചിലപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ഒരു വെലോസിറ്റി മൂവ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ബോഡീസ്, അതായത് സ്റ്റേഷനറിയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ബോഡീസിൽ എന്തൊക്കെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഫോഴ്സസിൻ്റെ എഫക്റ്റ് എന്താണ്, അതിലെന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്, അതൊക്കെയാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? എൻജിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചത് അല്ലേ. അത് എത്ര ദൂരം ട്രാവൽ ചെയ്തു, പിന്നെന്താണ് അത് എത്ര ഫോഴ്സ് വേറൊരു ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ, റിയാക്ഷൻ എത്രയാണ്, അതൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത് എൻജിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചത്. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, ആ ബോഡി സ്റ്റേഷനറിയോ അല്ലെങ്കിൽ മൂവിങ്ങോ ആയിക്കോട്ടെ, മൂവിങ്ങോ സ്റ്റേഷനറിയോ ആയിട്ടുള്ള ഒരു ബോഡിയിലുള്ള ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസ്, ഫോഴ്സസ് എങ്ങനെ അതിൽ ആക്ട് ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോ മെക്കാനിക്സ് ഇസ് ദി സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ബോഡീസ് വിച്ച് ആർ മൂവിങ് ഓർ സ്റ്റേഷനറിയോ അല്ലെങ്കിൽ മൂവിങ്ങോ ആയിട്ടുള്ള ബോഡീസിലെ ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സസ് ഓൺ സ്റ്റേഷനറി ഓർ മൂവിങ് ബോഡീസ്. മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ബോഡീസിൽ ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്ന് പഠിക്കുന്നതാണ് മെക്കാനിക്സ്. ഓക്കെ, മെക്കാനിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ മെക്കാനിക്സ് എന്തായിരുന്നു? സ്റ്റേഷനറി അല്ലെങ്കിൽ മൂവിങ് ബോഡീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, അതിൻ്റെ ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് മെക്കാനിക്സ്. ഇനി മെക്കാനിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള ബോഡിയുടെ മെക്കാനിക്സും മൂവിങ് ബോഡിയുടെ മെക്കാനിക്സ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ബോഡി റെസ്റ്റ് ചെയ്യുവാണ്. റെസ്റ്റ് ചെയ്യുക മീൻസ് എന്താണ്? ഒരു സ്ഥലത്ത് ഇരിക്കുവാണ്, അത് മൂവ് ചെയ്യുന്നില്ല, അതിന് വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആണ്. അങ്ങനെയുള്ളൊരു ബോഡി, ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുവാണ്. അതായത് ഒരു കസേര നമ്മളൊരു സ്ഥലത്ത് ഇട്ടേക്കുവാണ്, അതവിടെ റെസ്റ്റ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അതാണ് റെസ്റ്റ് ചെയ്യുന്ന ബോഡി. ആ റെസ്റ്റ് ചെയ്യുന്ന ബോഡിയിൽ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? റെസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡി, മൂവ് ചെയ്യാത്ത ബോഡി, ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനാണെന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ബോഡീസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ മെക്കാനിക്സ് തന്നെയാണ്, നമ്മളതിൻ്റെ ഫോഴ്സസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ എന്തായിരിക്കണം ബോഡി റെസ്റ്റിലായിരിക്കണം. ബോഡി മൂവ് ചെയ്യരുത്. മൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് പറയും നമ്മൾ? അപ്പോൾ ഉള്ള സ്റ്റഡി എന്ന് പറയും സ്റ്റാറ്റിക്സ് ആണെന്ന് പറയും. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാത്ത ബോഡിയെക്കുറിച്ചുള്ള സ്റ്റഡി. ആ മൂവ് ചെയ്യാതിരിക്കുന്ന, സ്റ്റേഷനറി ആയിരിക്കുന്ന, റെസ്റ്റിലിരിക്കുന്ന ബോഡിയിലുള്ള ഫോഴ്സസും അതിലുള്ള റിയാക്ഷനും ഒക്കെ പഠിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തവനാണ് ഡൈനാമിക്സ്. എന്താണ് ഡൈനാമിക്സ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ബോഡി റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ ബോഡി മൂവ് ചെയ്യുവാണെങ്കിൽ ഡൈനാമിക്സ്. അതായത് ബോഡി എന്ത് ചെയ്യുന്നു? ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു കാറ് മൂവ് ചെയ്യുന്നു, ആ മൂവ് ചെയ്യുന്ന ബോഡിയാണ് കാറ്. അപ്പോൾ ആ കാറിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് എന്ത് പറയും? ഡൈനാമിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെ എന്താണ്? മെക്കാനിക്സ് ആണ് പറയുന്നത്. അപ്പോൾ എന്തൊരു ബോഡി ആയാലും, ഏത് ടൈപ്പ് ബോഡി ആയാലും, അത് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അതിനകത്തുള്ള ഫോഴ്സസും അത് കാരണം ഉണ്ടാകുന്ന ഫോഴ്സസും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡിയാണ് എന്ന് പറയുന്നത് ഡൈനാമിക്സ് എന്ന് പറയുന്നത്.
ഒരു ബോഡി മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ മെക്കാനിക്സ് പരമായിട്ട് സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്, അതാണെന്ത് ഡൈനാമിക്സ്. സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റാറ്റിക്സ്. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് റിജിഡ് ബോഡി മെക്കാനിക്സ് ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോൾഡ് ബോഡീസ് ആണെങ്കിൽ അപ്പോൾ ഉള്ള മെക്കാനിക്സ് ആണ് എന്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ സോളിഡ് ബോഡി മെക്കാനിക്സ് എന്ന് പറയും. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സോൾഡ് ബോഡീസിനെ കുറിച്ചല്ല, ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ്. ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലിക്വിഡ്സ്, ഗ്യാസസ്, ഇതിനടുക്കുള്ള കളക്റ്റീവായിട്ട് പറയുന്നതാണ് എന്ത് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറിയാണ്, എന്ത് ലിക്വിഡ്സും ഗ്യാസസും. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ കൂടുതലും സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ലിക്വിഡ്സിനെ കുറിച്ചായിരിക്കും. ഗ്യാസസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും പിന്നീട് പഠിക്കും. അതായത് ഗ്യാസസും ലിക്വിഡ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ലിക്വിഡ്സ് എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. ഇൻകംപ്രസിബിൾ, അതായത് ലിക്വിഡ്സിനെ കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സിറിഞ്ചിനകത്ത് കുറച്ച് വാട്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഔട്ട്ലെറ്റ് അടച്ചു പിടിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നോക്കി എന്ത് ചെയ്യില്ല, അത് പ്രസ് ആവത്തില്ല. കംപ്രസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, കംപ്രസ് ആവത്തില്ല. അപ്പം കംപ്രസിബിൾ അല്ലാത്ത ഫ്ലൂയിഡാണ് ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത്. അപ്പം ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിനാണ് നമ്മൾ എന്താ പറയുക, ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ലിക്വിഡ്സ് ജനറലി എന്താണ്, ഇൻകംപ്രസിബിൾ ആണ്. ഇനി ഗ്യാസസ് ആണെങ്കിലോ കംപ്രസിബിൾ ആണ്. നമുക്ക് കംപ്രസ് ചെയ്യാം. അതാണ് കംപ്രസർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ് സൈക്കിളിലൊക്കെ കാറ്റടിക്കാൻ പോകത്തില്ലേ, ഇപ്പോൾ പമ്പ് വെച്ച് നമ്മൾ കംപ്രസ് ചെയ്തിട്ടാണ് എന്ത് ഇതിനകത്തേക്ക് കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ കംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് കൂടുതലും പഠിക്കുന്നത്. എന്നാലും ജനറലി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ലിക്വിഡ്സും ഗ്യാസസും ആണ്. അപ്പോൾ ഈ ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും മെക്കാനിക്സ്, അതായത് എന്താണ്, ഈ ഫ്ലൂയിഡ്സ് അതെന്താണ് റെസ്റ്റിലോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴോ, റെസ്റ്റിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴോ അതിൻ്റെ ബിഹേവിയർ എന്താണ്, അതെന്താണ് ബാക്കിയുള്ള ബോഡീസുമായിട്ട് എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ, അതിന് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ ഫ്ലൂയിഡ്സ് റെസ്റ്റിലോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴോ അതിൻ്റെ ബിഹേവിയറും അതിൻ്റെ ഇൻട്രാക്ഷൻ വിത്ത് അതർ ബോഡീസ്, അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ അതർ ബോഡീസ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്? ഫ്ലൂയിഡ് മെക്കാനിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ്സ്, ആ ഫ്ലൂയിഡ്സിൻ്റെ ബിഹേവിയർ അറ്റ് റെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇൻ മോഷൻ അതായത് മൂവ് ചെയ്യുമ്പോഴോ ഉള്ള എന്ത് ഇൻറ്ററാക്ഷൻ ഓഫ് ഫ്ലൂയിഡ്സ് വിത്ത് സോളിഡ്സ് ഓർ അതർ ഫ്ലൂയിഡ്സ് അറൗണ്ട് ദി ബൗണ്ടറീസ്. അതായത് അതിന് ചുറ്റുമുള്ള എന്താണെങ്കിലും, അതിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡ്സ് ആണെങ്കിലോ റിജിഡ് ബോഡീസ് ആണെങ്കിലോ അതിലേക്ക് എത്ര ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിലേക്കുള്ള ഇൻട്രാക്ഷൻ എന്താണ്, അല്ലേ, അത് സ്വന്തമായിട്ടുള്ള ആ ഒരു എന്താ ഫ്ലൂയിഡ്സിൻ്റെ ബിഹേവിയർ എന്താണ്, അതൊക്കെ പഠിക്കുന്നതാണ് എന്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പോൾ ഫ്ലൂയിഡ്സിൻ്റെ മെക്കാനിക്സ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യും, 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം എന്താണ്, റെസ്റ്റിലിരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ്. ബിഹേവിയറും ഇൻട്രാക്ഷൻ ഓഫ് ഫോഴ്സസും ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സസും ഒക്കെ പഠിക്കുന്നതാണ് എന്ത് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കുമ്പോൾ, ഫ്ലൂയിഡ് മൂവ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ എന്താണ് ഫോഴ്സസും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അത് ബാക്കിയുള്ള ബോഡീസിലേക്ക് കൊടുക്കുന്ന ഫോഴ്സസും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. പിന്നെ അതിൻ്റെ അല്ലാതെയുള്ള ബാക്കിയുള്ള ബിഹേവിയേഴ്സൊക്കെ പഠിക്കുന്നതാണ് എന്ത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കുമ്പോൾ അതിൻ്റെ ബിഹേവിയറും ഇൻട്രാക്ഷൻ മീൻസ് അത് മറ്റുള്ള ബോഡീസിലേക്ക് ഫോഴ്സ് കൊടുക്കാം, സ്വന്തമായിട്ട് അതിൻ്റെ ഇൻറ്റേർണലി ഫോഴ്സ് കൊടുക്കാം. സോ അങ്ങനെയുള്ള ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. സോ ഇനിയുള്ള രണ്ട് കാറ്റഗറിയാണ് ഏതൊക്കെയാണ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും. ഫ്ലൂയിഡ് ഡൈനാമിക്സും. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം.
ഇപ്പം നമ്മൾ ആൾറെഡി ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് പഠിച്ചു. ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള അതിൻ്റെ ബിഹേവിയറും അതിൻ്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് എന്ത്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. ദെൻ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. എന്താണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, എന്താണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഇത് രണ്ടും, ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഫ്ലൂയിഡ് മോഷനിലായിരിക്കുമ്പോഴുള്ള സ്റ്റഡി തന്നെയാണ് എന്ത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും. രണ്ട് സമയത്തും ഈ രണ്ട് സ്റ്റഡി ചെയ്യുമ്പോഴും എന്താണ്, ഫ്ലൂയിഡ് മോഷനിലായിരിക്കും. അതായത് മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ കുറിച്ചുള്ള സ്റ്റഡി തന്നെയാണ് എന്ത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും. എന്താണ് വ്യത്യാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ആണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സസ്, ഈ പ്രഷർ ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കില്ല, അല്ലെങ്കിൽ അതെന്ത് ചെയ്യില്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല, അത് നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡിനകത്ത് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് പ്രഷർ ഫോഴ്സ്. ആ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെ, പ്രഷർ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാതെ, അത് നമ്മൾ കൺസിഡർ ചെയ്യാതെ ഫ്ലൂയിഡ്സിൻ്റെ മോഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും. ഇപ്പോൾ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഫ്ലൂയിഡിൻ്റെ മോഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയും. ഇപ്പോൾ എന്താണ്, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ വെയർ പ്രഷർ ഫോഴ്സസ് ആർ നോട്ട് കൺസിഡേർഡ്, അതിനാണ് എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഇഫ് പ്രഷർ ഫോഴ്സസ് ആർ ആൾസോ കൺസിഡേർഡ്, പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും നമ്മൾ, അതിനാണ് എന്ത് പറയുന്നത്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഇപ്പോൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് ഡൈനാമിക്സും ഒക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ പ്രഷർ ഫോഴ്സ് എന്നാണ്. പ്രഷർ ഫോഴ്സ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, എന്നാലും നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിനകത്തുള്ള മോളിക്യൂൾസ് എന്താണ്, അതിന് ചുറ്റുമുള്ള വോൾസിലൊക്കെ എന്താണ്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഒരു ഫ്ലൂയിഡിലെ മോളിക്യൂൾസ് എന്താണ്, അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന എല്ലാ ബോഡിയിലും എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനാണ് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ആ ഒരു ഫ്ലൂയിഡിനകത്താണെങ്കിൽ ആ ഫ്ലൂയിഡിനകത്തുള്ള രണ്ട് മോളിക്യൂൾ തമ്മിലും എന്താണ്, ഈ ഒരു ഫോഴ്സ് ഉണ്ടാവും. സോ ഫ്ലൂയിഡിനകത്ത് മാത്രം കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഫോഴ്സാണ് ഈ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ആ ഫോഴ്സ് കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും. പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയും, കൈനമാറ്റിക്സ്. ഇനി ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ തന്നെ നമുക്ക് വീണ്ടും സബ് കാറ്റഗറീസ് എടുക്കാം. അതിലൊന്നാണ് എന്ത്, ഹൈഡ്രോ ഡൈനാമിക്സ്. അപ്പോൾ ഹൈഡ്രോ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, വാട്ടറാണ്. അപ്പോൾ വാട്ടറിന് മാത്രമല്ല, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള എല്ലാ ലിക്വിഡ്സും, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഏത് ഫ്ലൂയിഡ് ആണെങ്കിലും അതിൻ്റെ എന്ത് ഡൈനാമിക്സ് ആണ് എന്ത്, ഹൈഡ്രോ ഡൈനാമിക്സ്. ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഡൈനാമിക്സിന് നമ്മൾ എന്ത് പറയും, ഹൈഡ്രോ ഡൈനാമിക്സ് എന്ന് പറയും, ഹൈഡ്രോ ഡൈനാമിക്സ്. ഇനി വേറൊന്നുണ്ട്, ഹൈഡ്രോളിക്സ് ഉണ്ട്. ഹൈഡ്രോളിക്സ് അതായത് ഓപ്പൺ ചാനൽസോ അല്ലെങ്കിൽ ഒരു പൈപ്പിൽ കൂടെയൊക്കെ ഉള്ള ഫ്ലോ, പൈപ്പ്സിൽ കൂടെ ഉള്ള ഫ്ലോയോ അല്ലെങ്കിൽ ഓപ്പൺ ചാനൽസിൽ കൂടെയുള്ള ഫ്ലോ. അപ്പോൾ ആ ഫ്ലോയെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയും, സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് ഹൈഡ്രോളിക്സ്. ഹൈഡ്രോളിക്സ് എന്ന് വെച്ചാൽ എന്താണ്, അത് ഹൈഡ്രോ ഡൈനാമിക്സിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ്. അല്ലെ, വാട്ടറിൻ്റെ ഫ്ലോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോ തന്നെയാണ്. ആ ഫ്ലോ ഒരു പൈപ്പിനകത്ത് കൂടെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ഒരു ചാനലിൽ കൂടെ ഉള്ള ഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് ഹൈഡ്രോളിക്സ് എന്ന് പറയും, ഹൈഡ്രോളിക്സ്. നിങ്ങൾക്ക് ഇനി ഹൈഡ്രോളിക്സ് ലാബൊക്കെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും, ആ ലാബിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഏതെങ്കിലും ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ പൈപ്പിൽ കൂടെയൊക്കെ ഉള്ള വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോയെ കുറിച്ചായിരിക്കും നമ്മളവിടെ പഠിക്കുന്നത് ഹൈഡ്രോളിക്സ് ലാബിനകത്ത്. അപ്പോൾ ഹൈഡ്രോ ഡൈനാമിക്സ് എന്താണ്, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഡൈനാമിക്സ് ആണ് എന്ത്, ഹൈഡ്രോ ഡൈനാമിക്സ്.
അതിൽ തന്നെ ഈ ഹൈഡ്രോഡൈനാമിക്സിൻ്റെ തന്നെ ഒരു സബ് കാറ്റഗറി ആണെന്ത്, ഹൈഡ്രോളിക്സ്. എന്താണ് ഹൈഡ്രോളിക്സ്? ഈ ഒരു ഇൻകംപ്രസ്ഡ് ഫ്ലൂയിഡ് ഒരു പൈപ്പിനകത്ത് കൂടിയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചാനലിൽ കൂടിയോ ഫ്ലോ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ഒരു ടൈപ്പ് ഫ്ലോയിനെ കുറിച്ച് പഠിക്കുന്നത് എന്ത് പറയും? ഹൈഡ്രോളിക്സ് എന്ന് പറയും. ഹൈഡ്രോളിക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം.